അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ജയിക്കുന്നവൻ എന്തുടുപ്പ് കൊടുക്കുന്നേ? അതിൻ്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ആരും തോറ്റവരെന്നല്ല. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ച ആ വെളുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല ചിലർ ധരിക്കുന്ന പോലെ ആമേൻ വെള്ള ഉടുപ്പ് ഇവിടുത്തെ വെള്ളയല്ല. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകിയാൽ വെളുക്കത്തില്ല, ചുമക്കത്തേ ഉള്ളൂ. പിന്നെ എന്തുവാ ദൈവവചനം ഇവിടെ ഉടുപ്പിനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്? ജീവിതത്തെയാണ് കാണിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെയാണ് കാണിക്കുന്നത്. വസ്ത്രം മലിനമാകാത്ത ജീവിതം ആമേൻ കൈവിട്ടു പോകാത്ത കൃപയിൽ നിൽക്കുന്ന ചിലതിനെ സർദിസിൽ നിനക്ക് തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും. അത് ഇവിടുത്തെ വെള്ളയുടുപ്പല്ല. അന്നാളിൽ ജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന അവിടെ വെച്ചാ. അവിടെ കർത്താവ് ഒരുക്കിയ വസ്ത്രമുണ്ട്. എന്തിനാ നമ്മൾ വിളിക്കപ്പെട്ടത്? ആ നിത്യ തേജസ്സിലേക്ക് പോകാൻ. ഇവിടുത്തെ അല്പം കഷ്ടതയൊക്കെ എന്തിനാ? നമ്മെ ശുദ്ധീകരിച്ച് ആ തേജസ്സിലേക്ക് പോകാനുള്ള മുഖാന്തരമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കഷ്ടതയില്ലെങ്കിൽ എത്ര പേര് പ്രാർത്ഥിക്കാൻ കാണുമായിരുന്നു? ഒരു കഷ്ടതയില്ലായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഉപസിക്കാൻ തോന്നും?